ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റെല്ലാർ സേവിങ്സ് അക്കൗണ്ടാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ തരുന്ന ഒരു മികച്ച സേവിങ്സ് അക്കൗണ്ടാണ്. ഇത് മാത്രമല്ല, ഈ ഒരു അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഡെബിറ്റ് കാർഡ് വഴി നല്ലപോലെ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഏകദേശം 10,000 റുപ്പീസ് മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു അക്കൗണ്ടാണിത്. അപ്പോൾ നിങ്ങൾക്കൊരു 10,000 റുപ്പീസൊക്കെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച സേവിങ്സ് അക്കൗണ്ടാണിത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡെബിറ്റ് കാർഡ് വഴി കിട്ടുന്ന ബെനിഫിറ്റ് അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ബ്രാഞ്ച് വിസിറ്റ് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാനൊരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു അക്കൗണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വളരെ ക്വിക്കായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിനെ പറ്റി ആദ്യമായിട്ടാണ് നിങ്ങൾ ഇൻഫർമേഷൻ അറിയുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെല്ലാർ പേജിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു പേജിലാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറേ മൈൽ സ്റ്റോൺ റിവാർഡ്സ് ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കോംപ്ലിമെൻ്ററി 1 ഇയർ വെൽനസ് പ്ലാൻ അവൈലബിൾ ആണ്. കോംപ്ലിമെൻ്ററി ഇൻഷുറൻസ് കവർ കിട്ടുന്നുണ്ട്. ഓൾസോ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡെബിറ്റ് കാർഡാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ആക്സിലേറ്റർ റിവാർഡ് പോയിന്റ്സും ഈ ഒരു അക്കൗണ്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് ആണ് നമുക്കിതിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഡീപ്പായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 45 ഡേയ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS വരും. ആ ഒരു SMS വഴി നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റാർ ഹെൽത്ത് ആപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ്സ് എല്ലാം തരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സർവീസസ് ഒക്കെ അവൈൽ ചെയ്യാനായിട്ട് പറ്റും. അതിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് കിട്ടാൻ പോകുന്നത് ഡെയിലി ഹെൽത്ത് ആൻഡ് വെൽനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ആ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മെൻ്റൽ വെൽനസ്സിന് ആവശ്യമായ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ആ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഓൾസോ ടെലിമെഡിസിൻ സൗകര്യം അവൈലബിൾ ആണ്. പിന്നെ ഓഫ്ലൈൻ കെയറും ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓൾ ആൻഡ് ഓൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ ഒരു ഡെബിറ്റ് കാർഡ് ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഈ ഒരു ഫെഡറൽ ബാങ്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രൈമറി ബെനിഫിറ്റ് എന്ന് പറയാവുന്നത്. പിന്നെ നമുക്കിതിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് ഇൻഷുറൻസ് പ്ലാൻ അവൈലബിൾ ആണ്. 10 lakh റുപ്പീസിൻ്റെ ഒരു കവറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൽ നമുക്ക് പിന്നെ ആക്സിഡൻ്റൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ പെർമനൻറ്റ് ഡിസേബിലിറ്റി, ഇത് രണ്ടിനും നമുക്ക് 10 lakhs ആണ് കിട്ടുന്നത്. ആ ഒരു കവർ 10 lakh റുപ്പീസിൻ്റെ കവറാണ് കിട്ടാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ ക്യാഷ്, ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, സുഖമില്ലാതെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർ ഡേ 1,000 റുപ്പീസ് വെച്ചുകൊണ്ട് ഏകദേശം 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. അതും ഇൻഷുറൻസിൽ കവർ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. നിങ്ങൾ അക്കൗണ്ടിൽ 10,000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം 100 റിവാർഡ് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അത് 30 ദിവസത്തിനകം ഡെപ്പോസിറ്റ് ചെയ്യാൻ മറക്കരുത്. അതിൽ തന്നെ പിന്നെ നിങ്ങൾ ഫസ്റ്റ് ബിൽ പേയ്മെൻറ്റ് ഫെഡ് മൊബൈലിലൂടെ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 60 ഡേയ്സ് ആയിരിക്കണം ചെയ്യേണ്ടത്. അതിന് നിങ്ങൾക്ക് ഇത്തരത്തിൽ 100 റിവാർഡ് പോയിന്റ്സ് കിട്ടും. പിന്നെ RD 90 ദിവസത്തിനകം നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 100 റിവാർഡ് പോയിന്റ്സ് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞ് ആദ്യ 6 മാസത്തിനകം നിങ്ങളൊരു 50,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങളുടെ ബർത്ത്ഡേ മന്തിൽ 2,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ ബെനിഫിറ്റ് ഒക്കെ അവൈൽ ചെയ്യുന്നതിനായിട്ട് 365 ഡേയ്സ് വരെ സമയമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഒരു വൗച്ചർ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് റിവാർഡ് പോയിന്റ്സ് ആക്സിലറേറ്റഡ് ആയിട്ട് കിട്ടുന്നത് ട്രാവൽ സ്പെൻസിന് 5x റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നുണ്ട്. ഇലക്ട്രോണിക് കാറ്റഗറി ആണെങ്കിൽ 3x കിട്ടും. അതുപോലെ അപ്പാരലിൽ നമുക്ക് 2x റിവാർഡ് പോയിന്റ്സും കിട്ടും. അങ്ങനെ ഒരുപാട് റിവാർഡ് പോയിന്റ്സ് ഈ ഒരു കാർഡിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡെബിറ്റ് കാർഡ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റെല്ലാർ എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഫെഡറൽ ബാങ്ക് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ സിമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാർഡ് ഹോൾഡറുടെ പേര് ഇവിടെയാണ്. മാസ്റ്റർ കാർഡ് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു കാർഡ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതിൽ 50,000 ആനുവലി സേവ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ATM ക്യാഷ് വിഡ്രോവൽ നമുക്ക് 50,000 രൂപ വരെ ചെയ്യാനായിട്ട് പറ്റും. ഷോപ്പിംഗ് ലിമിറ്റ് 3 ലക്ഷമാണ് വരുന്നത്. ഈ ഒരു ATM കാർഡിന് നിങ്ങൾ 300 രൂപ ചാർജ് കൊടുക്കണം. മാത്രമല്ല ആനുവലി ഇതിൻ്റെ ചാർജ് വരുന്നത് 300 രൂപയാണ്. പക്ഷേ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നിങ്ങളൊരു വർഷം 75,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന് നിങ്ങൾ പ്രത്യേകിച്ച് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഒന്നും കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലൈഫ് ടൈം യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റെല്ലാർ അക്കൗണ്ടിൻ്റെ ഓൾ ആൻഡ് ഓൾ ബെനിഫിറ്റ് പറയാനുള്ളത്. അപ്പോൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് അഡ്വാൻറ്റേജ്, അതായത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അക്കൗണ്ടിലൂടെ കിട്ടുന്നുണ്ട്. ഓൾസോ ഈ ഒരു ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ കാണുന്ന മൈൽ സ്റ്റോൺ റിവാർഡ്സും ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ ആക്സിലേറ്റർ റിവാർഡ് പോയിന്റ്സ് ഈ ഒരു ഡെബിറ്റ് കാർഡ് സ്പെൻസിനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഡെബിറ്റ് കാർഡാണ് ഈ ഒരു അക്കൗണ്ടിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അക്കൗണ്ടിൻ്റെ പേര് ഫെഡറൽ ബാങ്ക് സ്റ്റെല്ലാർ സേവിങ്സ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെല്ലാർ സേവിങ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഒന്നുകിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാം. അവിടെ ചെന്ന് നിങ്ങൾക്ക് ആധാർ, പാൻ കാർഡ്, ഡാറ്റ എല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നിങ്ങളുടെ പക്കൽ ഒരു സ്മാർട്ട് ഫോൺ വേണം, ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം. മാത്രമല്ല നിങ്ങളുടെ ആധാർ കാർഡും അതുപോലെ ആധാർ നമ്പറും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത്
വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിമിഷങ്ങൾക്കകം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഡെബിറ്റ് കാർഡ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഇവർ അയച്ച് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ ഏറ്റവും ടോപ്പിൽ തന്നെ ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല abdulrasheedmukham.com എന്ന നമ്മുടെ വെബ്സൈറ്റിലും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മാത്രമല്ല ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകളിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് ആമസോൺ, അതുപോലെ തന്നെ മിൻട്ര, ഫ്ലിപ്കാർട്ട്, എജിയോ പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ നല്ല ഓഫേഴ്സ് വരാറുണ്ട്, നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡീൽസ് വരാറുണ്ട്. അതിൻ്റെ എല്ലാം അപ്ഡേറ്റ്സ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് ഡീറ്റെയിൽ ഞാൻ താഴെ തന്നിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഓൾസോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അതിൽ ഷെയർ ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.